ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കത്തിക്കയറി രേണുസുതിയുടെ ശബ്ദം. അതാ ഡിബേറ്റിൽ ബിന്നിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് രേണുസുതി മത്സരിക്കുകയാണ്. രേണുസുതിയാണ് ബിന്നിയെ തോൽപ്പിച്ചുകൊണ്ട് രേണുസുതി ജയിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല രേണുസുതി ഈ ഒരു വിഷയത്തിൽ ജയിക്കും എന്ന്. ഒരു പക്ഷേ എനിക്ക് ബിന്നിയുടെ കുറെ പോയിന്റ്സുകൾ ഇഷ്ടപ്പെട്ടു. രേണുസുതിയുടെ പല പോയിന്റ്സുകളും എനിക്ക് അത്ര അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ജഡ്ജസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇരുന്നവരുൾപ്പെടെ രേണു ജയിച്ചാൽ മതി എന്ന് തോന്നിക്കാണും. കാരണം ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻസൾട്ട് ആയിരിക്കും രേണു ഇന്ന് തോറ്റിരുന്നുവെങ്കിൽ, ബിന്നി ഇന്ന് ജയിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് പറയാം. പണിപ്പുര ടാസ്കിന്റെ ഒരു രണ്ടാമത്തെ റൗണ്ടിൽ 3 പേർക്ക് ഡിബേറ്റ് കൊടുത്തു. അതിൽ ബിന്നിയും രേണുസുതിയും നേർക്ക് നേർ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നു. ശരിക്കും പറഞ്ഞാൽ രേണുസുതി പേടിച്ചാണ് പോയത്. രേണുസുതിയുടെ മുഖം കണ്ടാൽ അറിയാം ഉറപ്പായിട്ടും തോക്കും. താൻ എന്ത് പറയും, താൻ നാണം കെട്ട ഒരു കേസാണ്, ലോകത്തിന്റെ മുന്നിൽ അനുമോൾ തന്റെ തലയിലൂടെ ജാഥ പോലെ പേൻ പോകുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ഏതൊരു വ്യക്തിക്കും തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു കേസാണ്. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റേ സരികയും അതുപോലെ ബാക്കി അവിടെ അക്ബർക്ക് ഇരുന്ന് രേണുസുതിയെ കളിയാക്കിയ ഒരു സീനുണ്ട്. അതിനെക്കാട്ടിയും എത്രയോ മാന്യമായിട്ടാണ് അനുമോൾ ഇത് പറഞ്ഞത്. അനുമോൾ ടാസ്ക് വളരെ ജെനുവിനായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ ഹേർട്ട് ചെയ്യരുത് എന്ന് ചിന്തിക്കാമായിരുന്നു അനുമോൾക്ക്. അറ്റ് ദ സെയിം ടൈം ബിന്നി അത് ചിന്തിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തു പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബിന്നി തോറ്റുപോയത്. ഏതായാലും സംഭവം കിടുക്കാച്ചിയായിരുന്നു. രണ്ടുപേരും സംസാരിച്ചു. അപ്പൊ ആദ്യം ആ ഒരു സംസാരം തുടങ്ങിയത് ബിന്നിയാണ്. ഇത് പൊതുവായ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. ഈ ടോപ്പിക്ക് വേറൊന്നുമല്ല. ശുചിത്വം എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് ഉണ്ടാകേണ്ടതല്ല എന്ന് വാദിക്കേണ്ടതായിരുന്നു ബിന്നിയുടെ ടാസ്ക്. ബിന്നി അത് രേണുവുമായിട്ട് കലർത്തി പറഞ്ഞു. അതായത് ആ ആദ്യത്തെ റൗണ്ട് പോലെ ചിന്തിച്ചിട്ടായിരിക്കാം മേ ബി അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ശുചിത്വം എന്ന് പറയുമ്പോൾ സാഹചര്യം പോലെ നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഇപ്പം ചില സിറ്റുവേഷൻസ്, ഇപ്പം ഒരുപാട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ജീവിക്കുന്നത് വളരെ കൊച്ചു വീട്ടിലും ഉള്ള വെള്ളവും അതുപോലെ അഴുക്ക് ചാലും എല്ലാം നമ്മൾ കാണാറുണ്ട്. അവരവിടെ അവരുടേതായ ഒരു ശുചിത്വം കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ അയ്യോ ഇത്രയും ചെറിയ വീട്ടിൽ എങ്ങനെ ജീവിക്കും. പക്ഷെ അവരുടെ നമ്മൾ ഈ വലിയ വലിയ വീട്ടിൽ താമസിക്കുന്നവരെക്കാട്ടിയും വൃത്തിക്ക് അവർക്ക് അത് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട്. സോ സാഹചര്യത്തിനനുസരിച്ച് ശുചിത്വം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചില ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്, മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു വൃത്തിയും നല്ലൊരു ഗുഡ് സ്മെല്ലും ഉണ്ട്. പക്ഷെ കൊച്ചു കൊച്ചു ഡിസ്പെൻസറീസോ ചെറിയ ക്ലിനിക്കുകളോ ഒക്കെ ആകുമ്പോഴത്തേക്കും കാണുമ്പോൾ അത്ര വലിയ ഗുമ്മൊന്നും തോന്നത്തില്ല. പക്ഷെ വൃത്തി വേണമെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് അവിടെ വെക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പിക്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബിന്നിക്കായിരുന്നു. എന്നാൽ ഇവിടെ ബിന്നി രേണുസുതിയുടെ പേര് വെച്ച് സംസാരിച്ചു. അതവിടെ തെറ്റായിപ്പോയി എന്ന് എനിക്കും തോന്നി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നതിനകത്ത് ഒരു കാര്യം, ബിന്നി രേണുവിനെ കുറിച്ച് പറഞ്ഞത് പൗഡർ ഇടാനും ഒരുങ്ങാനും ഒക്കെ സമയം കുറെ എടുക്കുന്നുണ്ടല്ലോ, അറ്റ് ദ സെയിം ടൈം രേണുസുതിക്ക് അത് കുളിക്കാൻ കൂടി എടുത്തൂടേന്ന്. രേണുസുതി കുളിക്കാറുണ്ട്, പക്ഷേ കുളിക്കുമ്പോൾ തല നനയ്ക്കാറില്ല. രേണുസുതിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നില്ല. 1 മാസം അങ്ങനെ ആയിട്ടുള്ളൂ രേണുസുതി ആ എക്സ്റ്റൻഷൻ ഹെയർ വെച്ചിട്ട്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഹെയർ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് റിയലി ഒരു പ്രോബ്ലം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഷാമ്പൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം. അത് രേണുസുതിക്ക് ബിഗ് ബോസിനോട് പറയാമായിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ അതുപോലെ കാലിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം ബിന്നി അവിടെ എടുത്തിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതിയുടെ കാല് പൊട്ടിയിരിക്കുകയാണെന്നും അത് മറ്റുള്ളവർക്ക് പകരുന്ന രോഗമായിട്ട് മാറുമെന്നും ഒക്കെ ബിന്നി പറയുന്നുണ്ട്. അതൊക്കെ ഇത്തിരി കുഴപ്പം പിടിച്ചൊരു സംസാരമായി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രേണുസുതിക്ക് ആ പറയുന്ന മോയ്സ്ചറൈസർ അതൊക്കെ ഒരു അറിവില്ലായ്മ കൂടി ആയിരിക്കാം. കാരണം രേണുസുതി അങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ജീവിച്ചൊരു വ്യക്തിയൊന്നും അല്ലല്ലോ. പിന്നെ ഓൾമോസ്റ്റ് അവർക്ക് വൃത്തിയില്ല എന്നുള്ളത് രേണുസുതി തന്നെ പിന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. സൈബർ ബുള്ളിങ് ചെയ്ത ആൾക്കാർ വരെ എന്നെ കളിയാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് എന്ന്. അത് രേണുസുതിയുടെ ഒരു പുറത്തേവേ ഉള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ട് രേണുസുതി പറയുന്നുണ്ട്. പക്ഷെ അതൊരു ന്യായീകരണമായിട്ട് രേണുസുതി ആ പറഞ്ഞത് ന്യായീകരണമായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. പിന്നെ രേണുസുതിക്ക് രക്ഷപ്പെടാനായിട്ട് ബിന്നി ഇട്ടുകൊടുത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു തിരിച്ച് ബിന്നിക്ക് ഓപ്പോസിറ്റായിട്ട് രേണുസുതി പറയുന്നത്. അതായത് എൻ്റെ ഹെയർ 1 മാസം മുന്നേ വെച്ചതാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഈ ചെറിയ നാരുള്ള കോമ്പുകളുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഈ മുടി ചീകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള നാരുകളുള്ള കോമ്പ് ആയിരുന്നുവെങ്കിൽ അതങ്ങനെ നടക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനലി ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ പറയുന്ന കോമ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും രേണുസുതിക്ക് ബിഗ് ബോസിനോട് ചോദിച്ച് മേടിക്കാമായിരുന്നു. ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. സംഭവം രേണുസുതി ഇപ്പോൾ കുറച്ചധികം വൃത്തിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ കുറച്ച് ഗുഡായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ അനുമോൾ അത്
പബ്ലിക്കിന് മുന്നിൽ പറയുന്നതിന് മുന്നേ രേണു സുധിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അതിപ്പം അവിടെ തന്നെ ബിന്നിയും ജിസേലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ബിന്നി പേടിച്ചു പോയി കേട്ടോ. ബിന്നി തിരിച്ചു വന്നിട്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ഹേർട്ട് ആവുന്ന കണക്കായിരുന്നോ, ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ എന്നൊക്കെ ബിന്നി ചോദിക്കുന്നുണ്ട്. ബിന്നിക്കും ശരിക്കും ഒരു അടി കിട്ടിയ ഒരു ടാസ്ക് ആയിരുന്നു. ബിഗ് ബോസ് വല്ലാത്ത കുഴപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ് കൊടുത്തത്. പക്ഷേ നന്നായിട്ട് തന്നെ ബിന്നിയും ചെയ്തു, നന്നായിട്ട് തന്നെ രേണുസുധിയും ചെയ്തു. ഇതിൽ രേണുസുധി ജയിക്കട്ടെ എന്ന് ഞാൻ തന്നെ കരുതി. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഇതിൽ കൂടുതലൊന്നും ഉപദ്രവിക്കരുതല്ലോ, എന്തിനാണ് പാവത്തിന്. അപ്പോൾ അതങ്ങനെ പോട്ടെ എന്ന് കരുതി. ബിന്നി നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ബിന്നിയുടെ പോയിന്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ അത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അങ്ങനെയാണ് കേട്ടോ. അത് ബിന്നിയുടെ കുഴപ്പം കൊണ്ടല്ല. ഏതായാലും ശരി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് ന്യൂട്രലായിട്ട് പിടിക്കാനാണ് ഇഷ്ടം. എനിക്ക് രേണുവിനെ ഒരുപാട് അങ്ങനെ എല്ലാവരും പറയുന്ന കണക്ക് കിടന്ന് കച്ചറ പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ രേണു ചെയ്തിട്ടുള്ളതൊക്കെ നല്ലതാണ്, ഞാൻ രേണുവിൻ്റെ PR ആണെന്നൊന്നും ദയവ് ചെയ്ത് പറഞ്ഞേക്കല്ലേ. അപ്പോൾ ഏതായാലും ശരി, നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു രണ്ടുപേരുടേത്. കൂട്ടത്തിൽ അപ്പാനി ഷാനവാസിനെ കാട്ടിയും അതുപോലെ തന്നെ റെന ഫാത്തിമ അനുമോളിനെ കാട്ടിയും ഏറ്റവും നല്ല ഡിബേറ്റ് ആയിരുന്നു ബിന്നിയുടെയും രേണുവിൻ്റെയും. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ ഇവരുടെ ഡിബേറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്തായാലും പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.